എൻ്റെ പേര് റഫീഖ്, വടക്കഞ്ചേരി ആലത്തൂരിൽ നിന്നാണ്. നമ്മളൊരു അമുസ്ലിം സുഹൃത്തിനോട് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാൻ പോയാൽ ഇവിടെ ഇസ്ലാമിൻ്റെ സംഘടന ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, മുജാഹിദുണ്ട്, സുന്നത്ത് ജമാഅത്തുണ്ട്. ഇവരെല്ലാവരും വിശുദ്ധ ഖുർആനും നബിചര്യയും വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ അമുസ്ലിം സുഹൃത്ത് നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇവർ മൂന്ന് വഴിക്കാരും പറയുന്നത് ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ടാണ്. ഇതിൽ ഏത് ഞാൻ അംഗീകരിക്കണം? നിങ്ങൾ പറഞ്ഞു തരും. ഇവരിൽ ആരുടെ കൂടെ പോകണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ അതിന് മറുപടി പറയും? ഇതാണ് എൻ്റെ ചോദ്യം. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചോദ്യം, ഒരു അമുസ്ലിമിൻ്റെ ചോദ്യം ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അയാൾ മുജാഹിദ്, സുന്നി, ജമാഅത്ത് ഇസ്ലാമി ഇതിൽ ആരെ കൂടെ പോകണമെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയുന്നത്? ആ മുസ്ലിമിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്ത് അതിലൊരു തീരുമാനമെടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചൊരു ബോധ്യമാണല്ലോ. എനിക്ക് പറയാനുള്ളത് ആരും കൂടെ പോയിട്ട് ഒരു കാര്യമില്ലാന്ന്, മറിച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും കൂടെ പോകുന്നുവോ എങ്കിൽ രക്ഷയുണ്ടാകും. അപ്പോലും പറയുന്ന ഖുർആനാണല്ലോ, ഇവലും പറയുന്ന ഖുർആനാണല്ലോ, അല്ലേ? അതാണ് നമുക്ക് ഉള്ള ഉത്തരം. നമ്മൾ കടയിൽ പോയിട്ട് ഒരു സോപ്പ് വാങ്ങണം. എന്താ സോപ്പ്? ഒരുപാട് സോപ്പുണ്ട്. അപ്പോൾ പലരും പല കമ്പനിൻ്റെ ആളുകൾ നമ്മളോട് വന്ന് പറയുന്നു, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്, ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ പല സോപ്പും നന്മണ്ടെന്ന് പറയുന്നത്. ഞാൻ തൽക്കാലം കുളിക്കണമെന്നില്ല. തീരുമാനിക്കോ നമ്മൾ? എല്ലാവരും സോപ്പിൻ്റെ വിഷയത്തിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ അന്വേഷണം ഉപയോഗിച്ച് ഏതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നുന്നത് അത് വാങ്ങും, അല്ലേ? ഒരേ ഭക്ഷണത്തിൻ്റെ കാര്യം, ഭൗതികമായ ഏത് കാര്യവും ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ബേജാറാവാറില്ല നമ്മൾ. എന്തിനധികം ഇപ്പോൾ നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നു, അല്ലേ? ഒരു പലരും കുടുംബത്തിൽ, ഞാനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കുടുംബത്തിൽ പലരും ഇന്ന പെണ്ണാണ് നല്ലത്, ഇന്ന കുടുംബത്തിൽ ഇന്ന പെണ്ണുണ്ട് അതാണ് നല്ലത്, മറ്റേ പെണ്ണാണ് നല്ലത്. അപ്പം ഞാനാകെ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് ഞാനെന്താ ചെയ്യുക? ഞാൻ പെണ്ണെന്നെ കിട്ടണില്ല. അങ്ങനെ നമ്മൾ തീരുമാനിക്കാറുണ്ടോ? ഇതല്ല, നമ്മൾ അന്വേഷിക്കും. നമുക്ക് നമ്മുടേതായ മാനദണ്ഡങ്ങളുണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ. ഇത് ഭൗതികമായ ഓരോ കാര്യത്തിലും നമുക്ക് നമ്മുടേതായ മാനദണ്ഡമുണ്ട്. ഇവിടെ മനുഷ്യരുടെ രക്ഷയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നം, അതിൽ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും. സുന്നി ആവണ്ട, മുജാഹിദ് ആവണ്ട, ജമാഅത്ത് ഇസ്ലാമി ആവണ്ട, ഒന്നും ആവണ്ട. നമ്മൾ ആദ്യം തീരുമാനിക്കുക ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമാണ്. ഇനി നമുക്ക് അടുത്തത്, ആ ഖുർആനും സുന്നത്തും ഇല്ലാത്ത വല്ലതും ആരെങ്കിലും പറഞ്ഞാലോ, ഇല്ല അത് ഞാൻ സ്വീകരിക്കൂല എന്നും തീരുമാനിക്കുക. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക, ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല. അപ്പോൾ ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോൾ പലരും ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് പലതും പറയുന്നുണ്ടല്ലോ. അവിടെ ഈ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നേർക്ക് നേരെ മതം പഠിപ്പിച്ചു കൊടുത്തൊരു വിഭാഗമുണ്ട്. അവർക്കാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത്. ആ സ്വഹാബിമാർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്ത് മനസ്സിലാക്കി എന്ന് നമ്മൾ അന്വേഷിക്കുക. ഈ പ്രശ്നമുള്ള വിഷയങ്ങളിൽ ആ സഹാബിമാർ മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ നിൽക്കുക എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. കാരണം സഹാബിമാർ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. അതല്ലാതെ സമസ്തന്റെ പ്രസിഡന്റ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല, കേരളത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ സ്വർഗത്തിലാണെന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞിട്ടുണ്ട് സഹാബിമാർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ പിൻപറ്റാൻ ശ്രമിക്കുക. അവിടെ ഓരോ വിഷയവും നമ്മൾ എടുക്കുക, അഭിപ്രായ വ്യത്യാസമുള്ള. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ, ഒന്ന്, ഒരു ചെറിയ വിഷയം ഞാൻ പറയാം. അതായത് മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ? അല്ലെങ്കിൽ പടച്ച തമ്പുരാനല്ലാത്ത മഹാന്മാരായ ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഇത് അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. മറ്റൊരു വിഷയം ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഇപ്പം അടുത്ത് കഴിഞ്ഞതുമാണല്ലോ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ നബിദിനാഘോഷം, അത് ശരിയോ തെറ്റോ എന്നുള്ള വിഷയം. ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്.
നമ്മൾ ചോദിക്കുക, ഖുർആനിൽ നബിദിനാഘോഷത്തെ നബിദിനം ആഘോഷിക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരോടും ചോദിക്കുക. ഉണ്ട് എന്നാണെങ്കിൽ ആയത്ത് കാണിച്ചു തരാൻ പറയുക. നിങ്ങൾക്ക് ആയത്തിൽ നിന്ന് എല്ലാവരുടെയും പരിഭാഷയുണ്ട്. ആയത്ത് നിങ്ങളൊന്ന് പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു റബീഉൽ അവൽ മാസത്തിൽ നബിദിനം കഴിക്കുവാൻ ഈ ആയത്തിൽ നിന്ന് നമുക്ക് തെളിവുണ്ട് എന്ന് മനസ്സിലായാൽ, നിങ്ങൾക്ക് പൂർണ്ണമായി, നിങ്ങൾക്ക് സംശയമില്ലാതെ നിഷ്പക്ഷമായി മനസ്സിലായാൽ നിങ്ങൾ അവിടെ നിൽക്കുക. ഇല്ലെങ്കിലോ നിങ്ങൾ അതിനപ്പുറത്ത് നിൽക്കുക. രണ്ടാമത്തെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു എന്നാണ്. റസൂലുള്ള ചെയ്തു, റബീഉൽ അവൽ മാസത്തിൽ നബിദിനം ആഘോഷിച്ചു എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതോടൊപ്പം നിൽക്കുക. ഇല്ല, അത് അനുകൂലിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുക, പ്രതികൂലിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുക. ഇല്ല എന്നാണെങ്കിൽ അവിടെ നിൽക്കുക. ഇനി ചിലപ്പോൾ ഈ ആയത്തും ഹദീസും വ്യാഖ്യാനിച്ചിട്ട് നമ്മളാകെ പ്രയാസപ്പെടുത്തിയിട്ട് പറയും, ഇതാ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കഴിക്കാൻ പാടുണ്ട്, അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ല എന്നെല്ലാം. അപ്പം നമ്മൾ ചോദിക്കുക, കഴിക്കാൻ പാടുണ്ടെന്നാണെങ്കിൽ ഈ ആയത്തും ഹദീസും അവതരിപ്പിക്കപ്പെട്ടത് സഹാബിമാരുടെ മുന്നിലാണല്ലോ. ആ സഹാബിമാർ ആരെങ്കിലും ഇങ്ങനെ ഒരു മൗലൂദ് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അവിടെ നിൽക്കുക. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അത് ഒഴിവാക്കുക. ഇങ്ങനെ നിങ്ങൾ സ്വീകരിച്ചാൽ തീർച്ചയായും നമുക്ക് സ്വഹാബിമാരുടെ മാർഗത്തിലെത്താൻ കഴിയും. അങ്ങനെ മാർഗത്തിലെത്തിയാൽ ചിലപ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പെടും. അപ്പം ആ കൂട്ടത്തോടൊപ്പം പോയാൽ മതി. അതല്ലാതെ ഏതെങ്കിലും കൂട്ടത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം സ്വർഗത്തിൽ ചെത്തിച്ചേരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയിലാണെങ്കിലും സ്വർഗത്തിലെത്തിച്ചേരൂല. അതന്നെയാണ് നമുക്ക് ആ മുസ്ലിമിനോടും പറയാനുള്ളത്. അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറേ കാലമായി അമുസ്ലിങ്ങളുമായി ഇത്തരത്തിലുള്ള സംസാരങ്ങൾ മാത്രമല്ല, നേരെ തന്നെ സംസാരിക്കുവാൻ അവസരം ഉണ്ടാവുകയും ഇത്തരം പ്രശ്നങ്ങൾ സംസാരിക്കുകയും അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇത് പറഞ്ഞു കൊടുക്കുകയും അത് പൂർണ്ണമായി സംതൃപ്തമായി ഇസ്ലാം അനുസരിച്ച് സഹാബിമാരുടെ മാർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരുപാട് അമുസ്ലിങ്ങളായിരുന്നവരെ കാണാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, അതൊരു പ്രശ്നമേ അല്ല. നമ്മൾ ശരിയായാൽ മതി, ആ മുസ്ലിങ്ങൾ ശരിയായിക്കോളും. അവരോട് പറഞ്ഞു കൊടുക്കാൻ നമ്മളടുത്ത് മാർഗമല്ല എന്ന് ബേജാറാവേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഖാദിർ ഷാ, കൊടുവേരാണ്. എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ ചോദിച്ചോ, അതിലേക്ക് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഈ പ്രപഞ്ചം അനന്തം അനന്തവിശാലം, അങ്ങനെ കഴിയുമ്പോൾ ആലം, റബ്ബുൽ ആലം. ഈ ആലം പറയുന്ന സമയത്ത് എൻ്റെ കണ്ണോട്ടത്തിൽ ആലത്തിൽ ഭൂമി കേവലം ഒരു മണൽത്തരി. ഈ മണൽത്തരി അതിൽ 1/3 ഭാഗം കര. 800ഓളം കോടി മനുഷ്യർ ഇന്ന് പോയത്. അതിൽ നമുക്ക് 13,000 ഭേദങ്ങൾ ഇന്നും ഉണ്ട്, 13,000 ഭാഷകളുണ്ട്. ഖുർആനും സുന്നത്തും മുസ്ലിം മുറുകെ പിടിക്കുന്നു, സമ്മതിക്കുന്നു. അതാണ് അദ്ഭുത. അതായത് ഖുർആനിലെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ പറയുന്നു. അതിലെന്ത് ദാലിക്കൽ കിതാബ് എന്ന് പറയും, ഹാദൽ കിതാബ് എന്ന് പറഞ്ഞില്ല. ഖുർആനിലെ കുറേ സൂറത്തിൽ അൽ ബഖറ, നംല്, നഹ്ല്, അങ്കബൂത്ത്, ഹുദ്ഹുദ് ഇങ്ങനെ കുറേ ജീവികളുടെ പേര് സൂറത്തിനിടുകയും ആ ജീവികളെ പറ്റിയിട്ട് ഖുർആനിലൊന്നും വ്യാഖ്യാനിക്കുകയും ചെയ്തിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? സുഹൃത്തിൻ്റെ ചോദ്യം, അനന്തവിശാലമായ പ്രപഞ്ചത്തെ മനുഷ്യനെന്നൊരു ജീവി, ആ മനുഷ്യനെന്ന ജീവിക്ക് ഒരുപാട് ഭാഷകൾ, ദേശങ്ങൾ, വേദങ്ങൾ, ഇങ്ങനെ പലതും. ഇതിൽ പരിശുദ്ധ ഖുർആൻ ദാലിക്കൽ കിതാബ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം എന്നാണ് പറയണത്. അതെന്താ അങ്ങനെ ഈ ഗ്രന്ഥം എന്താ പറയാതിരുന്നത്? ഉത്തരം, ഒന്നാമത്തെ പ്രശ്നം, അറബി ഭാഷയിൽ ദാലിക്ക എന്ന് പറയുമ്പോൾ ദൂരെ നിൽക്കുന്നൊരു വസ്തുവിനെ ചൂണ്ടിയിട്ട് പറയുന്നൊരു പദം മാത്രമാണ് എന്നൊരു ധാരണയിൽ നിന്നാണ് എൻ്റെ ബഹുമാന്യ സുഹൃത്തിൻ്റെ ഈ ചോദ്യം വരുന്നത്. ദൂരെയുള്ളൊരു വസ്തുവിനെ നമ്മൾക്ക് ചൂണ്ടിയിട്ട് പറയുമ്പോൾ അത് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഉള്ള ഒരു പ്രയോഗം മാത്രമല്ല ദാലിക്കായി, മറിച്ച് ഇത് എന്നുള്ള അർത്ഥത്തിൽ ഹാദ എന്ന് പറയുമ്പോൾ എന്താണ്, ഹാദ എന്ന് പറയുമ്പോൾ ഒരു മൂന്നാമത്തെ മനുഷ്യൻ പറയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരാൾ പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗം. അതേസമയം ഈ ഗ്രന്ഥം ഖുർആൻ
ഖുർആനിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഈ ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ദാലിക എന്ന പ്രയോഗം വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല, ഖുർആൻ സ്വന്തത്തെക്കുറിച്ച് പറയുമ്പോഴും ദാലിക്കൽ കിതാബ് എന്ന് പറയാം. അറബി ഭാഷാപരമായിട്ട് തന്നെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുക കാര്യം. രണ്ടാമത്തെ പ്രശ്നം, ഒരുപാട് ജന്തുക്കളെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ജന്തുക്കളുടെ അനാട്ടമി എന്തുകൊണ്ടാണ് ഖുർആൻ പറയാതിരുന്നത്? ജന്തുക്കളെ ബാക്കിയുള്ള വിഷയങ്ങൾ എന്താ ഖുർആൻ പറയാതിരുന്നത്? തമാശയായി തോന്നാറുണ്ട്. ചെമ്മീൻ എന്ന നോവൽ തിരഞ്ഞിട്ട് ഒരാൾ എങ്ങനെ ചെമ്മീനെ പിടിക്കാം എന്ന് പഠിക്കാൻ വേണ്ടി ആ ചെമ്മീൻ എന്ന് പറഞ്ഞ നോവൽ ഒരുപാട് വായിച്ചു നോക്കിയിട്ട് മൂപ്പര് തകടീനെ ഒന്നിനും കൊള്ളൂല. കാരണം ചെമ്മീൻ എന്ന് നോവൽ എഴുതിയിട്ട് ചെമ്മീനിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് അതിൽ പറയണില്ല, ചെമ്മീനെ പിടിക്കുന്നതിനെ കുറിച്ച് അതിൽ പറയണില്ല, ചെമ്മീൻ വലനെക്കുറിച്ച് പറയണില്ല, വല ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ വീണപൂവ് വായിച്ചിട്ട് പൂവിൻ്റെ ഘടനയെക്കുറിച്ചൊന്നും ഇതിനെക്കുറിച്ചൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ആണ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വിശകലനം എന്നാണ് വളരെ സരസമായി എനിക്ക് പറയാൻ തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഖുർആനിലെ ഒരധ്യായത്തിന് പേരിടുമ്പോൾ പടച്ചവൻ ഉപയോഗിച്ചൊരു യുക്തിയുണ്ട്. ആ യുക്തി 100% നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. എങ്കിൽ പോലും നമ്മളറിയുന്നത് അതിൽ ഖുർആനിലെ ഓരോ അധ്യായത്തെയും വേർതിരിക്കുന്ന ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് ഖുർആന്റെ പേരുകൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഖുർആനിൽ അൽ ബഖറയിൽ ഒരു പശുവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട്. ഇസ്രായേലിയരുടെ പശുവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട്. അത് ഈ അധ്യായത്തെ മറ്റുള്ള അധ്യായങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രധാന സവിശേഷതയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകാം അത് പറഞ്ഞത്. അതേപോലെ അൻകബൂത്ത് എട്ടുകാരി, ഈ എട്ടുകാരി വലയെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പരാമർശം ഉണ്ടത്. നെഹ്ല്, അതേ പിന്നെ ഏതാണ് തേനീച്ചയെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പരാമർശം ഉണ്ടായി. അപ്പോൾ ഈ പരാമർശം വഴി മറ്റുള്ള അധ്യായങ്ങളിൽ നിന്ന് ഖുർആനിലെ ഓരോ അധ്യായവും അടിസ്ഥാനപരമായി പറയുന്ന ആശയം ഒന്ന് തന്നെ. ഖുർആനിലെ ഓരോ അധ്യായത്തിനും പറയാനുള്ള ആശയം സൃഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ ഏകനാണ്, അവനെ മാത്രം ആരാധിക്കണം, അവൻ്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കണം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ സ്വർഗ്ഗ നരകങ്ങളുണ്ട്, സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ പടച്ചവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കണം. ചുരുക്കത്തിൽ ഇതിൽ എല്ലാം അടിസ്ഥാനപരമായി പറയുന്നത് ഒരേ ആശയങ്ങളാണെങ്കിലും ഓരോ അധ്യായത്തെയും വേർതിരിച്ച് നിർത്തുന്ന എന്തെങ്കിലും സവിശേഷതകൾ ഓരോ അധ്യായത്തിലുണ്ട്. ആ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് അധ്യായങ്ങൾക്ക് പേര് കൊടുത്തതെന്നാണ് പൊതുവായി പറയാൻ കഴിയുന്ന ഒരു പേര് കൊടുക്കലിൻ്റെ ഒരു രീതിശാസ്ത്രമായി പൊതുവായി പറയാൻ പറ്റുന്ന കാര്യം. എന്നാൽ പടച്ചോൻ ഇതിനുപയോഗിച്ചിരിക്കുന്ന യുക്തി എന്താണെന്ന് നമുക്ക് 100% പറയാൻ സാധ്യമല്ല. അത് എന്തായിരുന്നാലും അത് സ്വീകരിക്കുക എന്നല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ വിശദീകരിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൗഷാദ്. ഈ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ, ഈ ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് അപകടം വരുത്തി വയ്ക്കുന്നവൻ്റെ അശ്രദ്ധ, പിന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകുന്നവൻ്റെ അശ്രദ്ധ, പിന്നെ ഡോക്ടർമാരുടെ അശ്രദ്ധ. ഈ അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന മരണം, ഈ മരണം സംഭവിച്ച ശേഷം നമ്മൾ ഈ അശ്രദ്ധയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു ചർച്ചേൻ്റെ ഇടയിൽ ഒരാൾ പെട്ടെന്ന് ഒരു മറുപടി എന്ത് പറയും? അതൊക്കെ അവൻ്റെ വിധി, അവൻ്റെ സമയം കഴിഞ്ഞു, അള്ളാഹു അതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അശ്രദ്ധയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇനി അശ്രദ്ധ ഇനിയൊരു അശ്രദ്ധ അവനെങ്കിൽ ഇനിമേൽ ഇതൊരു പാഠമായിരിക്കുന്ന കൂടാണ് നമ്മൾ അശ്രദ്ധയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള മറുപടി അവൻ്റെ സമയം കഴിഞ്ഞു, വിധി അതാണ്, അള്ളാഹു അതാണ് നിശ്ചയിച്ചു. അപ്പോൾ ഇതിനുള്ള മറുപടി അർത്ഥം ഒരാൾ വ്യക്തിപരമായി സംഭവിക്കുന്ന അശ്രദ്ധ കൊണ്ട് പറ്റുന്ന അപകടം, അതും വിധിയും തമ്മിലുള്ള ബന്ധമാണ് ചോദ്യത്തിൻ്റെ കാതൽ. ഇവിടെ പറഞ്ഞതിൽ രണ്ടിലും കാര്യമുണ്ടെന്നുള്ളതാണ് ശരി. ഒന്ന്, മനുഷ്യൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പടച്ച തമ്പുരാൻ്റെ തീരുമാനപ്രകാരമാണത് സംഭവിക്കുക. ആ തീരുമാനം ഉണ്ടാകുന്ന സമയത്ത് അത് സംഭവിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ അതിന് നമ്മൾ കാരണക്കാരനാകുന്നത് നമ്മുടെ തകരാറ് കൊണ്ടാണ്. ഒരാൾ മരണപ്പെടുന്നു, ആ മരണത്തിന് എൻ്റെ വണ്ടി ഓട്ടുന്ന സമയത്ത് അയാൾ തട്ടിയിട്ടാണ് പറ്റുന്നതെങ്കിൽ
എൻ്റെ അശ്രദ്ധ അയാളുടെ മരണത്തിന് കാരണമായതിന് ഞാൻ കുറ്റക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റക്കാരനാണ് എന്നത് ശരിയാണ്. അതോടൊപ്പം തന്നെ അയാൾ മരണപ്പെട്ടു എന്നുള്ള വസ്തുത അംഗീകരിക്കുന്ന അയാളുടെ വീട്ടുകാരും അയാളുടെ നാട്ടുകാരും മനസ്സിലാക്കേണ്ട കാര്യം, പടച്ചോൻ്റെ അലംഘനീയമായ വിധിയാണത്. ആ വിധിക്ക് കീഴ്പ്പെടുക എന്നുള്ളത് മനുഷ്യർക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഏത് കാര്യം പടച്ചവന്റെ വിധിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് വന്നു ഭവിക്കുന്നതിന് നമ്മൾ കുറ്റക്കാരാണ്. ആ കുറ്റം നമ്മൾ പേറേണ്ടി വരും. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിൽ കുറ്റം ഉണ്ടെങ്കിൽ ആ കുറ്റം ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആൾക്കെതിരെ കുറ്റം വിധിക്കും. വിധിയാണെന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൂല ഇസ്ലാമിക ഗവൺമെൻറ്റും. ഇപ്പം ശ്രദ്ധ ഇല്ലാത്ത ഒരാൾ വളരെ വേഗത്തിൽ ഗവൺമെൻറ് നിശ്ചയിച്ചതിനേക്കാൾ അധികം വേഗത്തിൽ വാഹനം ഓടിക്കുകയോ ഒരാൾ ഇടിക്കുകയോ ആൾ മരണപ്പെടുകയും ചെയ്താൽ ഇസ്ലാമിക ഗവൺമെൻറ് ആണെങ്കിൽ, ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ, ആ രാഷ്ട്രം ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിനാണ് കേസെടുക്കുക. കാരണം നിയമത്തിനേക്കാൾ അധികം സ്പീഡിൽ പോവുകയും സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണെങ്കിൽ അത് വേറെ കുറ്റമുണ്ട്. ഇത് കൊലക്കുറ്റമാണ്. അപ്പം എന്താ വെച്ചാൽ ഇയാളുടെ അശ്രദ്ധയും ഇയാൾ നിയമലംഘനം നടത്തുകയും ചെയ്തതാണ് ഈ വിധിക്ക് കാരണമായത്. എന്നാൽ ഇയാളുടെ കുടുംബക്കാർ സമാധാനിക്കേണ്ടത് ഇത് പടച്ചവന്റെ അലംഘനീയമായ വിധിയാണ്. ആ വിധിക്ക് നമ്മൾ കീഴടങ്ങുക മാത്രമേ നിർവാഹമുള്ളൂ എന്നാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുസ്തഫ. ചോദ്യം: ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മതം ഇസ്ലാം. പക്ഷേ ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻസിലാണ്. അതെന്തുകൊണ്ട്? എല്ലാവരും ഇസ്ലാമിലേക്കല്ല വരേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായ മതം ഇസ്ലാമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്തു മതത്തിലാണുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നാണ്. ഏറ്റവും നല്ലതിലേക്കല്ല വരേണ്ടതെന്നാണ്. ഇവിടെ ഒന്നാമത്തെ പ്രശ്നം എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്താൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതം ഇസ്ലാമാണ്. ലോകത്തിൽ ഏറ്റവും അധികം അനുയായികളുള്ള മതം ഇസ്ലാമാണ്. ക്രിസ്ത്യാനികൾ എത്ര, കത്തോലിക്കർ എത്ര എന്നാണ് ഉത്തരം. ഞാൻ പറഞ്ഞത് അനുയായികളുള്ള മതമെന്നാണ്. ഒരു മതമനുസരിച്ച് ജീവിക്കലാണ് ആ മതത്തിൻ്റെ അനുയായി എന്നതുകൊണ്ടുള്ള വിവക്ഷ. ക്രൈസ്തവർ എന്ന് പറയുന്ന മുസ്ലിങ്ങളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നുള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ പോലും താരതമ്യേന ക്രൈസ്തവ സഭകളിൽ മൊത്തത്തിലെടുത്താൽ, അവർ പറയുന്ന ആശയം അനുസരിച്ച് ജീവിക്കുന്ന അവരുടെ ആളുകളെടുത്താൽ പോലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലോം പരിമിതമാണ് എന്നുള്ളതാണ് സത്യം. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, ആളുകളുടെ എണ്ണം ഒരു കാര്യം ശരി എന്നോ നന്മ എന്നോ തീരുമാനിക്കുവാൻ ഉള്ള മാനദണ്ഡമല്ല. അത് നിങ്ങൾക്ക് ഏത് കാര്യത്തിലെടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ചിലപ്പോൾ ഭൂരിപക്ഷം തെറ്റിനോടൊപ്പമായിരിക്കും, ചിലപ്പോൾ ഭൂരിപക്ഷം ഏറ്റവും വലിയ തോന്നിവാസത്തോടൊപ്പമായിരിക്കും. നിങ്ങൾക്ക് ഒരു നാട്ടിൽ എന്തെങ്കിലും ആ രൂപത്തിൽ ഉള്ളൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നല്ലൊരു ഏത് വിഭാഗത്തിൻ്റേതാണെങ്കിലും നല്ലൊരു ഉപദേശ പരിപാടിക്ക് ലഭിക്കുന്ന ആളുകളെക്കാൾ അധികം ഒരു ക്യാമറ നിർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടേക്ക് ആളുകൾ ഓടും. അതുകൊണ്ട് ആ ക്യാമറ നിർത്താട്ടെ, നല്ലത് നമ്മൾ തീരുമാനിക്കും. ഇല്ല. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ദാനം ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന് പ്രതികരിക്കുന്നതിനേക്കാൾ എത്രയോ 1000 മടങ്ങ് ആളുകൾ ഒരു ലോട്ടറി ടിക്കറ്റ് ലക്ഷം 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 നാളെ 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ആളുണ്ടാവും. അതുകൊണ്ട് ലോട്ടറിയാണ് ശരി എന്ന് നമുക്ക് പറയാൻ കഴിയും. ആശയതലത്തിൽ ക്രിസ്തുമതത്തിൻ്റെ ഒരു സവിശേഷത അത് വളരെ ഫ്ലെക്സിബിളാണ് എന്നുള്ളതും അതിലൊരു മാറ്റവും ആവശ്യമില്ല എന്നുള്ളതും അടിച്ചേൽപ്പിക്കുവാൻ എളുപ്പമാണ് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം അടിച്ചേൽപ്പിക്കപ്പെട്ട ആദർശം ക്രിസ്തുമതമാണ്. നിങ്ങൾക്ക് ഗ്രീക്ക് സാമ്രാജ്യങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും, കുരിശുയുദ്ധങ്ങൾക്ക് മുൻപ് തന്നെ വ്യത്യസ്തങ്ങളായ ആദിവാസി സമൂഹങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ദൈവ സംസ്കാരത്തിൽ ആ ദൈവങ്ങളെ ഒഴിവാക്കി അവിടെ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുക വഴി അവർക്ക് സഹായങ്ങളും മറ്റുമെല്ലാം നൽകി നിലനിർത്തുക വഴിയാണ് ക്രിസ്തുമതം ലോകവ്യാപകമായി പ്രചരിച്ചത്.
അവിടെ ഒരു മാറ്റം ആവശ്യമില്ല, ഒരു മാറ്റവും ആവശ്യമില്ല. ഒരു ആദിവാസി ഇന്നലെ വരെ കാളിയെ ആരാധിച്ചിരുന്നു, ഇന്ന് ക്രിസ്തുവിനെ ആരാധിക്കുന്നു. അയാൾ ഇന്നലെ വരെ കള്ളുടിച്ചിരുന്നു, ഇന്നും കള്ളുടിക്കുന്നു. ഇന്നലെ വരെ ലോട്ടറി ടിക്കറ്റ് എടുത്തിരുന്നു, ഇന്നും എടുക്കുന്നു. ഇന്നലെ വരെ പലിശയായിട്ട് ബന്ധപ്പെട്ടിരുന്നു, ഇന്നും പലിശയായിട്ട് ബന്ധപ്പെടുന്നു. ജീവിതത്തിൽ യാതൊരു വ്യത്യാസമില്ല. അതേസമയം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാൾ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചെല്ലുന്നതോടുകൂടി അയാളുടെ ജീവിതം മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവുക. ജീവിതത്തിൻ്റെ ഒന്നിച്ചുള്ളൊരു പരിവർത്തനമാണ്, ഒന്നിച്ചുള്ള ഒരു മാറ്റമാണ്, ഒരു കീഴ്മേൽ മറിച്ചിലാണ്. അത് ഇസ്ലാമാണെങ്കിലോ അങ്ങനെ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല എന്ന് സൈദ്ധാന്തികമായി പറഞ്ഞ ആദർശമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ക്രിസ്ത്യാനികളല്ലാത്ത കാനേഷുമാരി ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ വ്യാപകമാണ്. മുസ്ലിങ്ങളിലുണ്ട് അങ്ങനെ. പക്ഷേ എങ്കിൽ പോലും ഒരു ആദർശം എന്നുള്ള നിലക്ക് ലോകവ്യാപകമായി നിങ്ങൾ എടുത്താൽ, ഒരു ആദർശം അനുധാവനം ചെയ്യുന്ന ആളുകൾ എടുത്തു നോക്കിയാൽ ഇസ്ലാമായിരിക്കും മുന്നിൽ എന്നത് എൻ്റെ മാത്രം കാഴ്ചപ്പാടല്ല. ആ രംഗത്ത് ഗവേഷണം നടത്തിയ ക്രൈസ്തവ മാസികയായ പ്ലെയിൻ ട്രൂത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിരുന്ന അവർ തന്നെ അഭിപ്രായപ്പെട്ടത് ഈ രൂപത്തിലാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം. അസ്സലാമു അലൈക്കും. സ്ത്രീയെ കൃഷിയിടത്തോട് ഉപമിക്കുന്ന ഖുർആൻ സ്ത്രീയെ അടിമയാക്കുകയല്ലേ ചെയ്യുന്നത്? സ്ത്രീയെ കൃഷിയിടത്തോട് ഉപമിക്കുന്ന ഖുർആൻ സ്ത്രീയെ അടിമയാക്കുകയല്ലേ ചെയ്യുന്നത്? സ്ത്രീയെ കൃഷിയിടത്തോട് ഉപമിക്കുന്ന ഖുർആൻ സ്ത്രീയെ അടിമയാക്കല്ല ചെയ്യുന്നതെന്നാണ് സഹോദരൻ്റെ ചോദ്യം. കൃഷിയിടം എന്ന് പറഞ്ഞാൽ അടിമയാണെന്ന് എവിടുന്ന് കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പരിശുദ്ധ ഖുർആനിൽ നിസാഉക്കും ഹർസുല്ലക്കും ഫൗത്തു ഹർസക്കും അന്നാഷിഅത്തും എന്ന ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ വചനം 223-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. ഫൗത്തു ഹർസക്കും അന്നാഷിഅത്തും, അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്ന തരത്തിൽ നിങ്ങൾ അവരുമായി സമീപിച്ചു കൊള്ളുക. ഖുർആനിൻ്റെ അതിസുന്ദരമായ ഒരു ഉപമാലങ്കാര പ്രയോഗമാണിത്. ഈ പ്രയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഖുർആൻ വിമർശകന്മാർ സഹോദരി ഇവിടെ പറഞ്ഞതുപോലെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതായിരിക്കും സഹോദരിയെ അങ്ങനത്തെ ഒരു വിമർശനം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണ്? കൃഷിയിടത്തോട് ഉപമിക്കുക വഴി ഇവിടെ പറഞ്ഞതുപോലെ സ്ത്രീയെ കൊള്ളരുതാത്തവരാക്കി അടിമയാക്കി എന്നാണ് പറയാറുണ്ട്. ഇത് ആരോടാ പറയുന്നത്? പുരുഷനോടാണ്. പുരുഷനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? കൃഷിക്കാരനുമായിട്ടാണ്. നിങ്ങളുടെ കൃഷിയിടമാകുന്നു സ്ത്രീ. അപ്പം നിങ്ങൾ ആരാണ്? കൃഷിക്കാരനാണ്. കൃഷിക്കാരനോട് ചോദിച്ചു നോക്കണം കൃഷിയിടത്തിൻ്റെ അയാളുടെ മനസ്സിലുള്ള സ്ഥാനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ. കൃഷിക്കാരന് കൃഷിയിടം പൊന്നിനേക്കാൾ വിലയുള്ളതാണ്. കൃഷിക്കാരന് കൃഷിയിടം ഏറെ ഒരു വൈകാരികമായ വല്ലാത്തൊരു ബന്ധമുള്ളതാണ്. കൃഷിക്കാരൻ രാവിലെയും വൈകുന്നേരവും തൻ്റെ കൃഷിയിടത്തിൽ പോയി അവിടുത്തെ മുളകൾ പൊന്തുന്നത് ആത്മാഭിമാനത്തോട് ആത്മസംതൃപ്തിയോടുകൂടി നോക്കി നിൽക്കുന്നവനാണ്. കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിൽ മറ്റൊരാളെയും വിത്തിടാൻ അനുവദിക്കില്ല. കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തെ അത്രയധികം അടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ഒരു കഷ്ണം ആരെങ്കിലും അപഹരിച്ചാൽ അത് അനുവദിക്കില്ല. കൃഷിക്കാരൻ കൃഷിയിടത്തെ അങ്ങനെ സ്നേഹിക്കുന്നു. ഇതാണ് ഒരു കൃഷിക്കാരനോട് കൃഷിയിടത്തെ പറ്റി ചോദിച്ചാലേ ഈ ഉപമാലങ്കാരത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാകൂ. അതല്ലാതെ കൃഷി നമുക്കൊരു പ്രശ്നമല്ല, കൃഷിയിടവും പ്രശ്നമല്ല. നമ്മളിങ്ങനെ കോളേജിൽ പോകുന്നു അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നു, അവിടെ ഫാനിൻ്റെ ചോട്ടിൽ നിന്ന് പണിയെടുക്കുന്നു, കുറേ ഏത്തുകുത്ത് നടത്തുന്നു, ഇറങ്ങിപ്പോരുന്നു. കൃഷി നമ്മൾ തമ്മിലുള്ള ബന്ധം, ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ഉച്ചക്കും രാവിലെയും വൈകുന്നേരം തിന്നുന്നു എന്നുള്ളത് ഒഴിച്ചെടുത്താൽ വേറൊന്നുമില്ല എന്നുള്ള ആളുകൾക്ക് കൃഷിയിടത്തിൻ്റെ
കൃഷിക്കാരനും കൃഷിയിടവും തമ്മിലുള്ള ആ ഇതിൻ്റെ സൗന്ദര്യശാസ്ത്രം അറിയില്ല. ഖുർആന്റെ ആ പ്രയോഗം അതിസുന്ദരമാണ്. കൃഷിക്കാരനെയാണ് ഇതിനോട് ഉപമിച്ചത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താണ്? കൃഷിക്കാരനാണ് കൃഷിയിടത്തിൽ കൃഷി ഇറക്കുന്നത്. ആ കൃഷിക്കാരൻ കൃഷി ഇറക്കുമ്പോഴാണ് കൃഷിയിടം പൂർണ്ണമായി കൃഷിക്ക് സജ്ജമാവുക. അഥവാ കൃഷിക്കാരനാണ് ഉഴുതുമറിക്കേണ്ടത്, കൃഷിക്കാരനാണ് കൃഷിയിടത്തിൽ വെള്ളം തളിക്കേണ്ടത്, കൃഷിക്കാരനാണ് കൃഷിയിടത്തിൽ വളം നൽകേണ്ടത്, കൃഷിക്കാരനാണ് കൃഷിക്ക് പറ്റിയ രൂപത്തിൽ കൃഷിയിടത്തെ മാറ്റി തീർക്കേണ്ടത്. പിന്നീട് പറയുന്നത് എന്താ? നിങ്ങൾ ഇച്ഛിക്കുന്ന രീതിയിൽ അവൾക്കടുക്കിലേക്ക് ചെല്ലുക. ഇനിയും പച്ചയായി ഞാൻ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. കൃഷിക്കാരൻ്റെ ദൗത്യമെല്ലാം ഒരു പെണ്ണിൽ സ്വീകരിക്കേണ്ടത് ആണിൻ്റെ കടമ തന്നെയാണ്. അതല്ലാതാകുമ്പോൾ ചില ആണുങ്ങൾക്ക് കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് തൻ്റെ പെണ്ണിനെ വേണ്ടാൻ തോന്നുന്നതും തനിക്കിഷ്ടമെല്ലാം തോന്നുന്നതും ചില ഡോക്ടർമാരെ പിന്നിലോടുന്നതും ചില പരസ്യത്തിലുള്ള ഗുളിക വാങ്ങി 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 തിന്ന് അവൻ്റെ പൈസ മുഴുവൻ പോകുന്നതും അല്ല. എന്താന്ന് വെച്ചാൽ കൃഷിക്കാരനെ പോലെ തൻ്റെ കൃഷിയിടത്തെ നോക്കിക്കാണാത്തത് കൊണ്ടാണ്. ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ നിന്റെ കൃഷിയിടമാണിത്, നീ അതിൽ വെള്ളം നനക്കണം, നീ അതിൽ ഉഴുതുമറിക്കണം, നീ അതിൽ വളമിടണം, എങ്കിലേ അത് നിനക്ക് പറ്റിയ രൂപത്തിൽ ഉള്ള ഉൽപാദനക്ഷമമായ നിന്റെ മനസ്സിന് സംതൃപ്തി നൽകുന്ന, നിന്റെ ഹൃദയത്തിനകത്ത് വൈകാരികമായ തീഷ്ണതയുണ്ടാകുന്ന രൂപത്തിൽ ഉള്ള ഒരു സുന്ദരമായ കൃഷിയിടമായി തീരൂ. എത്ര സുന്ദരമാണ് ഖുർആനിൻ്റെ ഉപമാലങ്കാരം. എന്നിട്ട് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഇഷ്ടമുള്ള രൂപത്തിൽ അവളോട് സമീപിച്ചു കൊള്ളുക. അതിനും കാരണമുണ്ട്. അക്കാലഘട്ടത്തിൽ മദീനയിലെ ജൂതന്മാർക്കൊരു വിശ്വാസം എന്താ? സ്ത്രീ ഒരു പ്രത്യേക രൂപത്തിലല്ലാതെ സമീപിച്ചാൽ, സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പ്രത്യേക രൂപത്തിലല്ലാതെ സമീപിച്ചാൽ കോങ്കണ്ണുണ്ടാകുന്നുള്ള വിശ്വാസം. മുസ്ലിങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ജൂതന്മാരുടെ ഈ വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിലും ഇങ്ങനെ പ്രചരിച്ചു. മുസ്ലിങ്ങൾ പോയിട്ട് ഇത് സംശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ എന്തോ ഒരു കസാലയിൽ ഇങ്ങനെ ഇരുന്ന് മനുഷ്യന്മാരെ പ്രശ്നമൊന്നും അറിയാതെ വെറും തസ്ബീഹും വെറും തൈലീലും മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു അടുക്കാൻ തന്നെ പേടിക്കുന്ന ടൈപ്പ് ഒരാളല്ല റസൂലുള്ളാഹി. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ചോദിച്ചറിഞ്ഞതിന് പരിഹാരം കണ്ട് അത് എന്ത് സംശയവും ചോദിക്കുന്ന, ലൈംഗികമായ സംശയം വരെ ചോദിക്കുന്ന ഒരു ജനങ്ങളുടെ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയോട് ചോദിച്ചു. റസൂലുള്ളാഹിക്ക് ഉത്തരം പറയാൻ അറിയില്ല. കാരണം എന്താണ്? ഈ വിഷയത്തിലുള്ളൊരു വഹി റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് പടച്ചോന്റെ വഹി, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവരുമായി സമീപിക്കാം. ഏതെങ്കിലും ഒരു രൂപത്തിൽ മാത്രമല്ല, പല പോസുകളിൽ പല രൂപങ്ങളിൽ നിങ്ങൾക്ക് സ്ത്രീകളുമായി സമീപിക്കാം എന്നാണ് ഖുർആൻ പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് ലൈംഗിക മനഃശാസ്ത്രജ്ഞന്മാർ ഫ്രിജിഡിറ്റി അഥവാ ലൈംഗിക മരവിപ്പ് എന്ന പ്രശ്നത്തിന് പരിഹാരമായി പറയുന്ന വലിയ വലിയ പുസ്തകമുണ്ട്. ഇപ്പോൾ പ്രകാശ് കോത്താരി ആണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ലൈംഗിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ ലൈംഗിക മരവിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരത്തെക്കുറിച്ച് പറയുന്ന, ഫ്രിജിഡിറ്റിയെക്കുറിച്ച് പറയുന്ന വലിയൊരു പുസ്തകത്തിൽ പറയുന്ന ആശയങ്ങളെ ഒന്നിച്ചെടുത്ത് കംപ്രസ് ചെയ്താൽ അതിതാണ്: നിസാഉക്കും ഹർസുല്ലക്കും ഫഅതു ഹർസക്കും അന്നാശിയത്തും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പല രൂപങ്ങളിൽ അവളുമായി സമീപിച്ചു കൊള്ളുക. അവളുടെ ശരീരം നിങ്ങൾ കൃഷിക്കാരൻ ചെയ്യുന്നത് പോലെ വെള്ളവും വളവും നൽകി ഉഴുതുമറിച്ച് എപ്പോഴും കൃഷിക്ക് സന്നദ്ധമാക്കുക. എന്നിട്ട് കൃഷി ഇറക്കുക. എങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തമായ ജീവിതമുണ്ടാകും. നിങ്ങൾ വേറെ മാർഗങ്ങൾ തേടി അലയേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവില്ല. ഖുർആൻ വളരെ പച്ചയായി വളരെ സുന്ദരമായി ഒരല്പം പോലും വൾഗാരിറ്റി ഇല്ലാതെ ഇത് പറഞ്ഞത് പല വിവരമുള്ളവർ എന്ന് നടിക്കുന്ന ബുദ്ധിജീവികൾക്കും തിരിയാത്തത് കൊണ്ട് ഖുർആൻ പറഞ്ഞത് എന്തോ ഒരു മോശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അവരുടെ വിവരക്കേട് എന്ന് പറയാനേ നിർവാഹം. എൻ്റെ പേര് രാജു, ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം, ഇസ്ലാം മൃഗബലി അനുവദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ പടച്ചവൻ സൃഷ്ടിച്ചതല്ലേ, അതിനെ കൊല്ലാൻ പാടുമോ എന്ന് ചോദ്യം. പിന്നെ അടുത്തത്, അള്ളാഹു ആണാണോ പെണ്ണാണോ, എന്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ എന്ന് വിളിക്കുന്നത്? രാജുവിൻ്റെ ചോദ്യം, ഇസ്ലാം മൃഗബലി അനുവദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
അതിനും പടച്ചോൻ പഠിച്ചത് തന്നെയല്ലേ, പിന്നെ എന്താണ് അങ്ങനെ? പ്രസക്തമാണ് ചോദ്യം. നമ്മളെല്ലാവരും കൂടി പടച്ചോൻ പടച്ചതിനെ ഒന്നിനെയും നശിപ്പിക്കൂല എന്ന് മുതൽ തീരുമാനിച്ചാൽ ഒരു 4-5 ദിവസമെല്ലാം മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് മരിച്ചു പോകേണ്ടി വരും രാജു, വേറെ നിർവാഹമൊന്നും ഉണ്ടാവില്ല. അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുളിക്കുന്ന ഗുളിക, ഇതെല്ലാം ഒരുപാട് പടച്ചോൻ പടച്ച സാധനങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ഒരുപാട് ജൈവ കോശങ്ങളെയാണ്. കോശം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ജീവന്റെ ഏറ്റവും ബേസിക് യൂണിറ്റാണ്. അപ്പോൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ലക്ഷക്കണക്കിന് കോശങ്ങളെ നമ്മൾ കൊന്നൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ശ്വസിക്കുമ്പോൾ ചെറിയ സൂക്ഷ്മാണുക്കൾ നമ്മളുടെ ശ്ലേഷ്മത്തിൽ തട്ടുന്നു, അത് ചത്തുപോകുന്നു. അതിനാണ് പടച്ചോൻ്റെ ഈ സംവിധാനമല്ല. അപ്പോൾ ശ്വസിക്കണ്ടെന്ന് തീരുമാനിക്കേണ്ടി വരും. പിന്നെ വെള്ളം കുടിക്കുമ്പോഴും തദൈവ, വെള്ളമെല്ലാം ഒരു നല്ലൊരു ലെൻസ് വെച്ച് നോക്കിയാൽ മതി, മൈക്രോസ്കോപ്പ് ഒന്നും വേണ്ട. അപ്പം തന്നെ കാണാം അതിലെന്തൊക്കെ ടൈപ്പ് ജീവിയുണ്ട്. ഇനി ഒരസുഖം വന്നാലോ, അസുഖം വന്നാൽ നമ്മൾ ഗുളിക കുടിക്കുന്നു. എന്തിനാ? ബാക്ടീരിയനെ കൊല്ലാൻ. അപ്പോഴോ? അപ്പം അസുഖം വന്നാൽ ഗുളികയും കുടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു സുന്ദരമായി തോന്നുന്ന ആശയം അത് പ്രായോഗികം കൂടിയാവണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പ്രകൃതിപരമായ ആശയമാണ്, പ്രായോഗികമായ ആശയമാണ്. ഒരിക്കലും അപ്രായോഗികത ഇസ്ലാമിലില്ല. അയാൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ വെറും പച്ചക്കറി ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ഇസ്ലാം എതിർത്തിട്ടില്ല. അയാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് മാംസഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ വെജിറ്റേറിയനാണ് ഞാനൊന്നും കഴിക്കില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ മതപരമായി അയാൾക്ക് വലിയൊരു കുറ്റമുണ്ട് എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. എന്നാൽ മാംസഭക്ഷണം പാടില്ല എന്ന വീക്ഷണത്തെ ഇസ്ലാം എതിർക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രകൃതിയിൽ തന്നെ എന്താണ്? പരസ്പരം തിന്നും കൊന്നുമാണ് നിലനിൽക്കുന്നത്. സസ്യബുക്കുകൾ സസ്യം തിന്നു, മാംസബുക്കുകളോ പടച്ചോൻ തന്നെ അല്ല സിംഹത്തെ സൃഷ്ടിച്ചത്, പടച്ചോൻ തന്നെ മാനിനെ സൃഷ്ടിച്ചത്. ദൈവവിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഈ പടച്ചോൻ തന്നെയാണ് സിംഹം മാനിനെ തിന്ന് ജീവിക്കണം എന്നുള്ള നിയമം ഉണ്ടാക്കിയതും. അല്ല സിംഹത്തിനോട് നമ്മൾ നീ വെജിറ്റേറിയൻ ആകണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? അപ്പോ ഈ നിയമം പ്രകൃതിപരമാണ്. ആ നിയമത്തിൽ മനുഷ്യൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത്. മനുഷ്യൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അവിടെ മനുഷ്യന് പടച്ചവൻ നൽകിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തിനുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു മാംസ ബുക്കിൻ്റെ വായ ഇങ്ങനെ തുറന്നു നോക്കുക, മാംസം മാത്രം തിന്നുന്ന ജീവിൻ്റെ വായ, അതിൻ്റെ പല്ലൊന്ന് നോക്കുക. സസ്യ ബുക്കിൻ്റെ വായും തുറന്നു നോക്കുക, ഒരാടിനെ തുറന്നു നോക്കിയാൽ മതി, അതിൻ്റെ പല്ലും നോക്കുക. എന്നിട്ട് മനുഷ്യൻ്റെ വായിലെ പല്ലും നോക്കുക. ഈ 2 തരം പല്ലുകളും പടച്ചോൻ മനുഷ്യന് നൽകിയിട്ടുണ്ട്. സസ്യബുക്കിൻ്റെ പല്ല് അതേ തരത്തിലുള്ള കുറച്ച് പല്ലുകൾ നമുക്കുണ്ട്, മാംസബുക്കിൻ്റെ പല്ല് അതേ തരത്തിലുള്ള കുറച്ച് പല്ലുകളുണ്ട്. അപ്പൊ ഇത് രണ്ടും തിന്നാൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ പല്ല് മുതൽക്കുള്ള ഘടന. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സസ്യബുക്കിന് നിങ്ങൾ എത്ര മാംസഭക്ഷണം കൊടുത്താലും അത് ദഹിപ്പിക്കാൻ സാധ്യമല്ല. അത് ദഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ മരുന്നെല്ലാം കൊടുത്തുകാണ് ഉണ്ടാക്കിയാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. അത് അമേരിക്കയിലെല്ലാം ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ട് വമ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്തത്. അതേപോലെ തന്നെ മാംസബുക്കിന് സസ്യഭക്ഷണം കൊടുത്താലും. എന്നാൽ മനുഷ്യന് വേവിച്ച മാംസം കൊണ്ടൊരു പ്രശ്നം ഉണ്ടാകണില്ല. വേവിച്ച മാംസം മനുഷ്യന്റെ ദഹനേന്ദ്രിയത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. അത് വേവിച്ച മാംസം. അതന്നെയാണ് പടച്ചവൻ പറഞ്ഞത്. അപ്പോ അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാന്റെ സൃഷ്ടിയിൽ തന്നെ ഉള്ളതാണ് അവന് ഇത് ഭക്ഷിക്കാമെന്നുള്ളത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് മനുഷ്യരൊന്നും മാംസഭക്ഷണം കഴിക്കണ്ടാന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, എങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം മനുഷ്യർ കഴിക്കുന്ന മാംസങ്ങളുള്ള ജീവികൾ വളരെ വളരെ വേഗത്തിൽ പെറ്റുപെരുകുന്ന രൂപത്തിലാണുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര കാലമായി മനുഷ്യൻ ഈ കോഴിയിറച്ചിയും ഈ ആട്ടിറച്ചിയും അതേപോലെ മാട്ടിറച്ചിയെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ട്.
എന്നിട്ട് അതിന് വല്ല വംശനാശവും വന്നിട്ടുണ്ടോ? വല്ല വംശനാശം വന്നിട്ടുണ്ടോ? ഓരോ ദിവസവും കൊല ചെയ്യപ്പെടുന്ന ആടുകളുടെ എണ്ണം എത്ര, കോഴികളുടെ എണ്ണം എത്ര? അതേസമയം നമ്മൾ തോക്കുമായി കാട്ടിലിറങ്ങിയാൽ ഏതെങ്കിലും ജീവനെ സ്ഥിരമായി അനാവശ്യമായി കൊന്നു നശിപ്പിച്ചാൽ അതിന് വംശനാശം സംഭവിക്കുന്നു. അത് മനുഷ്യന് ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് മനുഷ്യന് ആവശ്യമുള്ള പിന്നെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഏത് വസ്തു എടുത്ത് നോക്കിയാലും അതിന് വംശനാശമില്ല എന്ന് മാത്രമല്ല, അത് അനിയന്ത്രിതമായി പെട്ടുവരികയാണ്. അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പടച്ചോൻ മനുഷ്യനക്ക് വേണ്ടി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ജീവികളാണ് ഇവ എന്നാണ്. പിന്നുള്ള പ്രശ്നം അവക്ക് വേദനയില്ലേ, അവയ്ക്കും പ്രശ്നമില്ലേ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം ഇസ്ലാം അവക്ക് ഏതിനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു നാശം ഉണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ ഒരു സസ്യഭക്ഷണം നമ്മൾ തിന്നുമ്പോൾ ആ സസ്യത്തിന് നാശമാണ്, ഒരുപാട് കോശങ്ങൾ നശിക്കുകയാണ്. അവിടെ ജീവനുള്ള ജീവി എന്നുള്ള നിലക്ക് അതിന് പരമാവധി കുറച്ച് വേദന അനുഭവിക്കുന്ന രൂപത്തിലാകണം എന്നുള്ളതാണ് ഈ രംഗത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഇസ്ലാം അറക്കാൻ പ്രത്യേകം കൽപ്പിച്ചത്. അറക്കലിൻ്റെ രീതി നിങ്ങൾ ഏത് സയൻറ്റിസ്റ്റിനോടും ചോദിച്ചു നോക്കുക, മുസ്ലിം പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ അറക്കുകയാണെങ്കിൽ ആ ജീവിക്ക് വേദന എന്നുള്ള കാര്യം അനുഭവപ്പെടുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ തലച്ചോറും ഹൃദയവും തമ്മിലുള്ള ബന്ധം വേർപ്പെടുകയും തീർച്ചയായും പിന്നെ വേദന അനുഭവിക്കാതെയുള്ള മരണമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ജീവി പടയുന്നതൊന്നും കാണുമ്പോൾ വേദനിച്ചിട്ടുള്ള പടച്ചിലല്ല, മറിച്ച് ഹൃദയം ഇത് പൊട്ടുന്നതുകൊണ്ട് ആ ഹൃദയമിടിപ്പ് നിന്നു പോകുന്നതുകൊണ്ട് പെട്ടെന്നുള്ള അതിൻ്റെ പ്രതികരണം എന്നുള്ള ആൾക്കാണ് ജീവിൻ്റെ പടച്ചിൽ. അത് അല്ലാതെ ഈ അറക്കുന്നത് അതും പ്രത്യേക രീതിയിൽ മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അറക്കേണ്ട രീതി എന്താണ് എന്നെല്ലാം പ്രത്യേകം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ മൂർച്ചുള്ള ഇതാകണം എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ തികച്ചും മാനവികമാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള വീക്ഷണം. ഒരിക്കലും ഒരു ജീവിയെ പ്രയാസപ്പെടുത്തല്ല, എന്നാൽ പ്രകൃതിയുടെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് നാം. അത് സ്വാഭാവികമായി ഇതുണ്ടായേ തീരൂ. ഇതില്ലാതെ, മാംസഭക്ഷണമില്ലാതെ ലോകത്ത് മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ സാധ്യവുമല്ല. മനുഷ്യൻ്റെ ഈ എക്കോളജിയിൽ, ഈ എക്കോസിസ്റ്റത്തിൽ തന്നെ, ഈ പാരിസ്ഥിതിക വ്യൂഹത്തിൽ തന്നെ മനുഷ്യന് പ്രധാനപ്പെട്ടൊരു സ്ഥാനം മാംസഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ പ്രശ്നം, പടച്ച തമ്പുരാൻ എന്നുള്ള വിളി പടച്ചോനാണോ പെണ്ണോ എന്നാണ്. ഉത്തരം, പടച്ചവന് ലിംഗക്രിയ പ്രയോഗിക്കാൻ സാധ്യമല്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് തമ്പുരാൻ എന്ന് വിളിക്കുന്നത്? തമ്പുരാൻ എന്നത് വിളി അത് കേവലമായ ഒരു പുരുഷക്രിയക്കപ്പുറത്ത് സൃഷ്ടാവായ തമ്പുരാന്റെ മഹത്വത്തെ കുറിക്കുന്നതിന് വേണ്ടിയുള്ള വിളിയാണ്. സൃഷ്ടാവായ തമ്പുരാനെ വിളിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഉപയോഗിക്കുന്ന പദങ്ങൾ അത് ലിംഗാതീതമാണ്. ഇപ്പം അള്ളാഹു എന്ന് പറയുന്നത് അറബിയിൽ ലിംഗക്രിയയല്ല. അള്ളാഹു എന്നുള്ളത് നപുംസക ലിംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അതേപോലെ അർ-റഹ്മാൻ എന്നുള്ളത്, അർ-റഹീം എന്നുള്ളത് അതൊന്നും ലിംഗഭേദമില്ലാത്ത നാമങ്ങളാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിക്കുന്ന പ്രോവർബായിട്ട് പറയപ്പെട്ടിട്ടുള്ള ഹുവ, ഹു തുടങ്ങിയ പദങ്ങൾ, അവൻ ഈ തുടങ്ങിയ പദങ്ങൾ, അവൻ എന്നുള്ളതിന് ഹുവ എന്നാണ് അറബി പറയാം. അത് കേവലം പുരുഷലിംഗത്തിൻ്റെ പ്രോവർബ് മാത്രമല്ല, പുരുഷലിംഗത്തിന് ഉപയോഗിക്കുന്ന പദം മാത്രമല്ല, മറിച്ച് അത് നപുംസക ലിംഗത്തിന് കൂടി ഉപയോഗിക്കുന്നതാണ്. അഥവാ അവൻ എന്ന് അറബിയിൽ പറഞ്ഞാൽ അത് ആണാകാം, അതല്ലെങ്കിൽ നപുംസകമാകാം. എന്നാൽ ഹിയ എന്ന് പറഞ്ഞാൽ അത് പെണ്ണ് തന്നെയാണ് എന്ന് ഉറപ്പാണ്. അവിടെ ഒരു നപുംസക ക്രിയയെ കൂടി, നപുംസക ശബ്ദത്തെ കൂടി കുറിക്കുന്നതാണ് അവൻ എന്നുള്ള പ്രയോഗം. തമ്പുരാൻ എന്നുള്ള പ്രയോഗവും ആ ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. നമ്മൾ തമ്പുരാട്ടി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം, നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പിക്ചർ മാറി. അതേസമയം തമ്പുരാൻ എന്ന് പറയുമ്പോൾ ഒരു പിക്ചർ ഒരു ലിംഗക്രിയക്കപ്പുറത്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. മലയാളത്തിൻ്റെതായ പരിമിതികളുണ്ട്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങളില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ പടച്ച തമ്പുരാന് ലിംഗഭേദങ്ങൾ കൽപ്പിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സോഫിയ. സ്വർഗം നരകം എന്ന് ഖുർആൻ പറയുന്നു.
മുസ്ലിങ്ങൾക്ക് മാത്രമാണോ സ്വർഗം? അമുസ്ലിങ്ങളിലെ നല്ലവർ എന്തു ചെയ്യും? സ്വർഗം നരകം എന്ന് ഇസ്ലാം പറയുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമാണോ സ്വർഗം? അമുസ്ലിങ്ങളിലെ നല്ലവരെന്ത് ചെയ്യുന്ന? ഈ സ്വർഗം എന്ന് പറയുമ്പോൾ അതിലിവിടെ എന്തോ റിസർവേഷൻ, എന്തോ സംവരണം അല്ല ഉണ്ട് എന്ന് എൻ്റെ സഹോദരി മനസ്സിലാക്കി വെച്ചതുപോലെ തോന്നുന്നു. ഏത് മുസ്ലിം, ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ട സ്വർഗം എന്താണ് ഈ മുസ്ലിങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു പിക്ചർ എന്താ? അത് ഒരു മലക്ക് ഇങ്ങനെ സ്വർഗത്തിൻ്റെ മുന്നിൽ ഒരു രജിസ്ട്രേറ്റ്, തൻ്റെ പേരെന്താ? മുഹമ്മദ്, പോ സ്വർഗത്തേക്ക്. തൻ്റെ പേരെന്താ? കൃഷ്ണൻ, പോ നരകത്തേക്ക്. തൻ്റെ പേരെന്താ? ജോസഫ്, പോ നരകത്തേക്ക്. തൻ്റെ പേരെന്താ? അബൂബക്കർ, സ്വർഗത്തേക്ക് പോ. ഇങ്ങനെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വേർതിരിക്കുന്ന ഒരു സ്ഥലമല്ല സ്വർഗവും നരകവും. മറിച്ച് മുസ്ലിംകൾക്കാണ് സ്വർഗം എന്ന് പറയുമ്പോൾ അതിനർത്ഥം സട്ടാവായ തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കാണ് സ്വർഗം എന്നാണ്. ജനിച്ചത് ജോസഫായിട്ടാണെങ്കിലും രാമനായിട്ടാണെങ്കിലും മുഹമ്മദായിട്ടാണെങ്കിലും ഒരാൾ, ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ഒരാൾ സൃഷ്ടാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ആ നിയമനിർദ്ദേശങ്ങൾ പ്രകാരമാണ് അയാളുടെ ജീവിതമെങ്കിൽ അയാൾ സ്വർഗത്തിന് അർഹനാണ്. സൃഷ്ടാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ഇന്ന് ലഭിക്കുക പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ്. ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. അത് മുഹമ്മദ് ആണെങ്കിലും രാമനാണെങ്കിലും ജോസഫ് ആണെങ്കിലും. അതല്ലേ മുഹമ്മദ് ആണെന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് സ്വർഗത്തിൽ കയറാൻ പറ്റൂല, അല്ല ഇന്ന ആളായതുകൊണ്ട് സ്വർഗത്തിൽ കയറ്റാതെ ഇരിക്കൂല. അവിടെ വിശ്വാസവും കർമ്മങ്ങളുമാണ് നമ്മൾ തീരുമാനിക്കുന്നത്. മുസ്ലിം അല്ലാത്ത നല്ല ആളുകളുടെ സ്ഥിതിയോ എന്നാണ് അടുത്ത ചോദ്യം. ഇസ്ലാം പറയുന്നത് നല്ലയാളാകണമെങ്കിൽ അയാൾ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്നാണ്. സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ ആര് സന്നദ്ധമായാലും അയാൾക്ക് സ്വർഗപ്രവേശമുണ്ടാകും. അതല്ല എങ്കിൽ അയാൾക്ക് സ്വർഗപ്രവേശം ഉണ്ടാകില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും. 1.5 ലക്ഷം പ്രവാചകന്മാരെ മതത്തിൻ്റെ പ്രബോധനത്തിനായിട്ട് അയച്ചു എന്ന് ചരിത്രം പറയുന്നു. ഇതിൽ വളരെ കുറച്ച് പ്രവാചകന്മാരുടെ പേരും ചരിത്രവും മാത്രമേ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുമാതിരി കടന്നുപോയിട്ടുള്ളൊരു സമൂഹവും പ്രവാചകന്മാരുടെ പ്രബോധനം കിട്ടാതെ എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ കുറേ മതങ്ങളുടെ ബുദ്ധമതവും ഹൈന്ദവ മതത്തിലൊക്കെ പല മൂല്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഇവിടേക്ക് മുമ്പേ കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരുണ്ടെന്നുള്ള ചരിത്രം നമ്മളോട് ശരി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടിച്ചേർക്കലിന് ചരിത്രപരമായ എന്തെങ്കിലും തെളിവുകൾ നമ്മളുടെ കയ്യിൽ കൊടുക്കാനുണ്ടോ? മറ്റൊന്ന്, ഇന്ത്യയിലെ തന്നെ ഒരു ഹൈന്ദവ ഗ്രന്ഥത്തിൽ അറേബ്യയിൽ ഒരു പ്രവാചകൻ ഉണ്ടാകുമെന്നും അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ചേലാകർമ്മം ചെയ്തവരാണെന്നും പറയുന്നുണ്ട്. ഇത് ചേർത്ത് വായിക്കുമ്പോൾ പറയപ്പെടാത്ത പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വന്ന് ഇന്ത്യയിൽ ഇസ്ലാമിക മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് ന്യായമായും സംശയിക്കുന്നതിൽ പ്രസക്തമല്ലേ എന്നാണ്. രണ്ട് ചോദ്യങ്ങളും പ്രവാചകന്മാരുടെ നിയോഗവുമായി ബന്ധപ്പെട്ടതാണ്. സുഹൃത്തുവിടെ ചോദിച്ചതുപോലെ ഭാരതത്തിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഖുർആൻ മനസ്സിലാക്കുമ്പോൾ യാതൊരു സംശയത്തിനും ഇടയില്ല. കാരണം വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ എന്ന് ഖുർആൻ പറഞ്ഞു, ലികുല്ലി ഖൗമിൻ ഹാദ് എന്ന് ഖുർആൻ പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ റസൂല എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പം എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഭാരതത്തിലാണെങ്കിൽ ഒരുപാട് സഹസ്രാബ്ദങ്ങളുടെ നാഗരിക പാരമ്പര്യമുള്ള നാടാണ് ഭാരതം. അപ്പോൾ ഇവിടേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ പ്രബോധനം, അതിൻ്റെ സ്വാധീനം സ്വാഭാവികമായി ഭാരതീയ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകാം. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ്
ഹൈന്ദവത ധർമ്മവും ദർശനവും എന്ന പുസ്തകത്തിൽ, നിച്ചോപ്രുത്തിൻ്റെ ഒരു പുസ്തകമാണ്, അതിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഭാരതീയ ഗ്രന്ഥങ്ങളിലൂടെ ഭാരതത്തിലെ പ്രവാചകന്മാരുടെ പ്രബോധനം, ആ പ്രബോധനത്തിൻ്റെ മൂലം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണത്. നമുക്ക് ഭാരതീയ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൻ്റെ ആശയങ്ങളുടെ സ്വാധീനം നമുക്ക് വേദഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതേപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം കാണാൻ കഴിയും. പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ ലാഞ്ചനകൾ കാണാൻ കഴിയും. മലക്കുകളെ കുറിച്ചുള്ള ബോധത്തിൻ്റെ ലാഞ്ചനകൾ കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ നാം ഭാരതീയ ഗ്രന്ഥങ്ങളിലൂടെ അവഗാഠമായി പഠനം നടത്താൻ ശ്രമിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താ? പ്രവാചകന്മാരുടെ നിയോഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട് തന്നെ. പക്ഷേ പ്രവാചകന്മാർക്ക് ശേഷം പല പുരോഹിതന്മാരും വികലമാക്കിയ മതമാണ് പിൽക്കാലഘട്ടത്തിൽ നിലനിന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പിന്നീടുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ ഭവിഷ്യൽ പുരാണത്തെ പോലെയുള്ള പുരാണങ്ങളിലും അഥർവവേദത്തെ പോലെയുള്ള വേദങ്ങളിലുമെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുണ്ട് എന്ന് പറയുന്ന സൂചനകളുമായി ബന്ധപ്പെട്ടത്. അവിടെ ഹിന്ദുമത പണ്ഡിതന്മാർ ഭവിഷ്യൽ പുരാണം പിൽക്കാലഘട്ടത്തിൽ അക്ബർ ചക്രവർത്തിക്ക് ശേഷമെല്ലാം പലതും എഴുതി ചേർത്തിട്ടുണ്ട് എന്ന വാദം വഴിയാണ്, പ്രതിവാദം വഴിയാണ് ഇതിന് പ്രതിരോധം തീർക്കാറുള്ളത്. ഏതായിരുന്നാലും ഇത്തരം പ്രയോഗങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖ സമന്വിതം. ആ സമയത്ത് വിദേശിയായ ഒരാചാര്യൻ ശിഷ്യന്മാരോടൊപ്പം വരും എന്നും അയാളുടെ പേര് മഹാമതി എന്നാകുമെന്നും ഇവിടെ പറഞ്ഞതുപോലെ ചേലാകർമ്മത്തെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുമെല്ലാമുള്ള പ്രയോഗങ്ങൾ നമുക്ക് ഭവിഷ്യൽ പുരാണത്തിൽ കാണാൻ കഴിയും. അപ്പം അത് പക്ഷേ അത് ഓതന്റിക് അല്ല എന്ന അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അഥർവവേദത്തെ പോലെയുള്ള വേദങ്ങളിൽ ചില പ്രയോഗങ്ങൾ ഇതിനപ്പുറത്ത് തന്നെ കാണാൻ നമുക്ക് കഴിയും. നരാശംസൻ എന്ന പേരിൽ ഉള്ള ഒരാൾ കടന്നു വരുമെന്നും അയാൾ അറബിയിൽ നിന്നായിരിക്കുമെന്നുമെല്ലാമുള്ള സൂചനകൾ കാണാൻ കഴിയും. നരാശംസൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ ആശംസിക്കപ്പെടുന്നവ എന്താണ്? മുഹമ്മദ്, അഹമ്മദ് എന്ന പദത്തിൻ്റെ സംസ്കൃത രൂപമാണത് എന്നെല്ലാം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിനോ മറ്റോ യാതൊരു കുറവുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വെച്ചുകൊണ്ട് ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിലേക്ക് പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊരു മുസ്ലിമിന് ന്യായമായും മനസ്സിലാക്കാനുള്ള രേഖകളാണിത്. ഇത് വെച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ പ്രവാചകന്മാർ പഠിപ്പിച്ച അടിസ്ഥാന ആശയങ്ങളിലേക്കുള്ള ക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുമ്പോൾ പ്രബോധകർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭാരതീയമല്ലാത്തൊരാശയത്തിലേക്കുള്ള ക്ഷണമല്ല, ഒരു വൈദേശിക ആശയത്തിലേക്കുള്ള ക്ഷണമല്ല. ഭാരതീയ പ്രവാചകന്മാരടക്കം ലോകത്തെവിടെയൊക്കെ ധർമ്മ സംസ്ഥാപകർ കടന്നു വന്നുവോ അവരെല്ലാം പഠിപ്പിച്ച ആശയത്തിലേക്കുള്ള ക്ഷണമാണ്. ആ ക്ഷണമാണ് നാം നിർവഹിക്കേണ്ടത്. ആ ക്ഷണം നിർവഹിക്കുന്ന രംഗത്ത് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ നീക്കുവാനും ഈ സമാധാനത്തിൻ്റെ ശാന്തിയുടെ ആദർശമാണ് ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രചോദനമായി ഈ പരിപാടി മാറണം. എൻ്റെ ഇവിടെ കൂടിയിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ വിഷയാവതരണത്തിൽ മാത്രം അത് സൂചിപ്പിക്കപ്പെട്ടു, പിന്നീടുള്ള ചോദ്യങ്ങളിൽ അത് കാര്യമായി വരാത്തത് കൊണ്ട് തന്നെ അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അടിവരയിട്ട് പറയുന്നത്, നമുക്ക് മരണമുണ്ട് എന്നതൊരു സത്യമാണ്. മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്നത്, മരണമുണ്ട് എന്നത് എത്രത്തോളം വലിയ സത്യമാണോ അതേപോലെയുള്ള സത്യമാണ്. ആ മരണാനന്തര ജീവിതത്തിൽ ഞാനും നിങ്ങളും നമ്മളെ പടച്ച, നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്കാവശ്യമായ സംവിധാനങ്ങളെല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി തന്ന നമ്മുടെ നാഥനായ സൃഷ്ടാവായ തമ്പുരാന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും എന്നുള്ളതും ഒരു സത്യമാണ്. അങ്ങനെ ഹാജരാക്കപ്പെടുന്ന സമയത്ത് തീർച്ചയായും സൃഷ്ടാവായ തമ്പുരാൻ നമുക്ക് വേണ്ടി, നമ്മുടെ മാർഗദർശനത്തിന് വേണ്ടി അവതരിപ്പിച്ച വേദഗ്രന്ഥം പടച്ച തമ്പുരാൻ്റേതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം, മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം, മനുഷ്യരെ കൃത്യമായി വഴി നടത്തുന്ന, വ്യക്തമായി മാർഗദർശനം ചെയ്യുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രൂപത്തിൽ ഉണ്ടായിട്ട് അതൊന്ന് നീ വായിച്ചു നോക്കിയോ? എന്നിൽ നിന്ന് നിനക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ള ഈ മാർഗദർശനം നിന്റെ പരിശോധനയ്ക്ക് വിധേയമായോ എന്ന ചോദ്യം തീർച്ചയായും ഉണ്ടാകും. ഇതാ ഈ സന്ദേശം നിങ്ങൾ ശ്രവിക്കുക. സൃഷ്ടാവായ തമ്പുരാൻ പ്രവാചകന്മാരിലൂടെ കൈമാറി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ച് പിന്നീട് പ്രവാചകന് ശേഷം
പ്രബോധകന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം, അത് സട്ടാവായ തമ്പുരാൻ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ആധാരമാക്കുക എന്നും എങ്കിൽ മാത്രമേ മരണാനന്തര ജീവിതത്തിൽ രക്ഷ ലഭിക്കൂ എന്നുമുള്ള ആശയം നിങ്ങളുടെ മുന്നിൽ സഹോദരങ്ങളെ സമർപ്പിക്കുകയാണ്. കൂടുതൽ പഠനത്തിന്, കൂടുതൽ അറിവ് നേടുവാൻ നിങ്ങൾക്ക് നിച്ച് ഓഫ് ട്രൂത്തിനെ സമീപിക്കാവുന്നതാണ്. ഇവിടെ പാലക്കാട് തന്നെ അങ്ങാടിയിൽ പെട്രോൾ പമ്പിനടുത്ത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു ചെറിയ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കൾ ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടി പരമാവധി പണിയെടുക്കുക. ഇവിടെ തന്നെ ഇത്തരമൊരു പരിപാടി നടത്തുവാൻ മുൻപ് തീരുമാനിച്ചതായിരുന്നു. ചില സുഹൃത്തുക്കൾ ഇതിനെ ശത്രുതാപരമായി നോക്കിക്കണ്ടതുകൊണ്ട് അന്ന് നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്തരമൊരു പരിപാടി നടത്തുവാൻ സാധിച്ചിരിക്കുകയാണ്. ഈ ആദർശത്തോട് വെറുപ്പുള്ള ആളുകളോട് നമുക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, നമുക്ക് അവരോട് ആരോടും വെറുപ്പില്ല എന്നാണ്. അവരോടെല്ലാം സഹതാപവും സ്നേഹവും മാത്രമാണുള്ളത്. അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പാത നിത്യനാശത്തിന്റെ പാതയാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ആ പാതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, വിനീതമായി പറഞ്ഞു കൊടുക്കുവാൻ, ശരിയായ പാതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ എല്ലാമുള്ള പരിമിതമായ പരിശ്രമങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനങ്ങളെ എന്താണ് യഥാർത്ഥത്തിലുള്ള പാത എന്ന് പറഞ്ഞു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട, യഥാരൂപത്തിലുള്ള മാർഗദർശനം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ എല്ലാവരും സന്നദ്ധമാവുക. അതിന് പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാഥ, ഇവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ ഭവനമായ സ്വർഗലോകത്ത് കൂടിയിരിക്കാൻ, അങ്ങനെ പ്രവാചകന്മാരോടൊപ്പം സന്തോഷപ്രദമായി നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായി സമാധാനപൂർണമായ സ്വർഗീയ ജീവിതം നയിക്കുവാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന്. ആമീൻ.